ഹായ് ഹലോ, ഇന്നൊരു വാട്ടയിട്ടിൻ്റെയാണ്. അപ്പോൾ നമ്മൾ കാലത്ത് 7 മണിക്ക് ഒരു ചായ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മളിന്ന് ഫുഡൊക്കെ ഫുള്ളും അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ. സൈഷേൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. അനിയൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് അനിയൻ്റെ വീട്. അപ്പോൾ നമ്മളിന്ന് അവിടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അനിയൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അച്ഛന് ഒരു വിരുന്നുകാരുണ്ട് കേട്ടോ. അച്ഛൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു കപ്പിൾസ് ഇന്ന് കല്യാണം വിളിക്കാനായിട്ട് വരുന്നുണ്ട് അച്ഛനെ. അപ്പോൾ അവർക്ക് നല്ല സദ്യ കൊടുക്കണമെന്ന് അച്ഛൻ 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. അപ്പം വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റവ ഉപ്പുമാവും പഴവുമാണ്. അപ്പോൾ കഴിക്കാനൊന്നും സമയം കിട്ടില്ല. കാരണം അച്ഛൻ പറഞ്ഞ് പെട്ടെന്ന് തന്നെ സദ്യയൊക്കെ ഒരുക്കണം. കാരണം അവർ നേരത്തെ വരും, ഒരു 11 മണിക്ക് മുമ്പേക്ക് വരും. അത് പെട്ടെന്ന് സദ്യ എടുക്കണം. അപ്പം വെപ്രാളത്തിലാണ് നമ്മൾ കാപ്പി കഴിച്ചുകൊണ്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ഞാനും അമ്മയും മാത്രമല്ലായിരുന്നു. ഒരു 11:30 ആയപ്പോൾ അവർ വന്നു. നമ്മളൊരു 12 മണി കഴിഞ്ഞിട്ടാണ് ഊണൊക്കെ കൊടുത്തത്. അപ്പോൾ അധികം കറികളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പരിപ്പ് വെച്ചു, സാമ്പാർ വെച്ചു, തോരൻ വെച്ചു, പിന്നെ അവിയൽ വെച്ചു, പായസം വെച്ചു. ഒരു കുഞ്ഞു സദ്യയാണ് ഒരുക്കിയത്. പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് അധികം കറികളൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പിന്നെ ചിക്കനാണ് എടുത്തത്. ചിക്കനാണെങ്കിൽ തേങ്ങ വറുത്തരച്ചാണ് വെച്ചത് കേട്ടോ. അമ്മയാണ് ചിക്കൻ കറി വെച്ചത്. പിന്നെ പരിപ്പ് പായസമായിരുന്നു. പിന്നെ ഊണെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഭസ്മം തൊട്ടിട്ട് രണ്ടുപേരെയും നെറ്റിയിൽ ഇട്ടിട്ട് നല്ല അനുഗ്രഹിച്ചു കേട്ടോ. അപ്പോൾ ഇവരുടെ കല്യാണം തന്നെയാണ് അവർ വിളിക്കാൻ വന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു തട്ടത്തിൽ ഫ്രൂട്ട്സ്, പിന്നെ അച്ഛനുള്ള ഡ്രസ്സ്, അതിൻ്റെ കൂടെയാണ് കല്യാണ ലെറ്ററും വെച്ചിട്ട് അച്ഛനെ കല്യാണത്തിന് വിളിച്ചത്. അപ്പോൾ അച്ഛന് അറിയാവുന്ന ആരോ ആണ്, അത്ര ബന്ധപ്പെട്ട ആരോ ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മളെയും കല്യാണത്തിനൊക്കെ വിളിച്ചു കേട്ടോ. അപ്പം മെയ് 13-നാണ് കല്യാണം. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ അച്ഛനോടൊക്കെ ഞങ്ങളുടെ യാത്ര പറഞ്ഞിട്ട് പോയി. അതിനുശേഷം സൈഷേട്ടൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്നു. സൈഷേട്ടന് ജോലി ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നു. അപ്പം ഞാൻ അനിയൻ്റെ വീട്ടിൽ കൊണ്ടാണ് നമ്മളെല്ലാവരും അവിടെ ഇരുന്നാണ് ചോറ് കഴിച്ചത്. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും ചോറ് കഴിച്ചു. ഞങ്ങളിനി വീട്ടിൽ പോന്നു. സൈഷേട്ടൻ നേരെ ജോലിക്ക് പോയി. ഞാനും അബിക്കുട്ടനും വീട്ടിൽ പോയി. ഞങ്ങളെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. സൈഷേട്ടൻ 2 അനിയന്മാരാണുള്ളത്. 2 പേരും വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഫാമിലി വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാനും അബിക്കുട്ടനും നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് ഞാനും അബിക്കുട്ടനും കുളിച്ചിട്ട് ഞങ്ങൾ ചായ ഇട്ടു കഴിക്കുവാണ്. അപ്പോൾ ചായയോട് നമുക്കിന്ന് കഴിക്കാൻ സ്നാക്സ് ചിപ്സാണുള്ളത്. അപ്പോൾ ചായ കഴിച്ചുകൊണ്ടപ്പോൾ സൈഷേട്ടൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നു. അവർ ഒരു പാലുകാച്ചി ചടങ്ങിന് വിളിക്കാനാണ് വന്നത്. അപ്പോൾ സൈഷേട്ടൻ എല്ലാവരും ജോലിക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ ലെറ്റർ നോക്കിയപ്പോൾ ഫുള്ള് തമിഴാണ്. ഞാൻ അതുപോലെ അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഈ ലെറ്റർ കാണുന്ന വീട് തന്നെയാണ് പാല് കാച്ചുന്നത്. അത് മെയ് 10-നാണ് ആ ചടങ്ങ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി. അപ്പോൾ രാത്രിത്തെ ഫുഡിന് ഞാൻ വീട്ടിൽ പോയിട്ട് ചിക്കൻ കറിയും പായസവും സാമ്പാറും മാത്രം എടുത്തുള്ളൂ. ബാക്കി കറികളൊന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ രാത്രി ചോറുണ്ടായിട്ട് വേഗം പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ.